അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ പരിമിതമായ സ്ഥലത്ത് നമുക്ക് കുറച്ച് നല്ല, അതായത് വിഷരഹിതമായ പച്ചമുളക് വെച്ച് പിടിപ്പിച്ചാലോ? അപ്പോൾ എൻ്റെ അടുക്കളയിലുണ്ട് കുറച്ച് ഉണക്കമുളക്. അതൊന്ന് കുടഞ്ഞപ്പോൾ അതിൽ ഇഷ്ടംപോലെ വിത്തുകളുണ്ട്. ഏതായാലും അത് കളയാതെ നമുക്കതൊന്ന് മുളപ്പിച്ചെടുക്കാം. എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാവുമല്ലേ, ഓരോ വറവിടാനും ഒക്കെ നമ്മൾ എടുക്കുന്നതല്ലേ ഉണക്കമുളക്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ നമുക്ക് നല്ല മണ്ണിൽ നമ്മൾ റെഡിയാക്കി വെച്ച മണ്ണുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതിലൊന്നുകിൽ ഇളക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ ഇളക്കാതെ ഇട്ടാലും അത് മുളച്ചോളും. എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ തന്നെ നനയ്ക്കുക. നമ്മളൊരു മാർച്ച് മാസത്തിലിട്ടാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ മുളച്ച് പൊന്തും. അത് പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു കൈയുടെ വലിപ്പമാകുമ്പോൾ നമുക്കൊന്ന് മാറ്റി നടാം. ഓരോ ചെടിയും ഓരോ ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇട തൂർന്ന് നിന്നാൽ അത് വളരാൻ വളരെ വിഷമമായിരിക്കും. ഇങ്ങനെ ഓരോന്ന് ഓരോ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വെച്ചിട്ട് നമുക്കതൊന്ന് വളർത്തി എടുക്കാം. പോട്ടിംഗ് മിശ്രിതം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റും മണ്ണും മിക്സാക്കിയ മിശ്രിതം ഉണ്ടെങ്കിൽ അത് ചേർത്തും നമുക്ക് ഈ ചെടികൾ നട്ടു പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അതിൽ പൂവിടാൻ തുടങ്ങും. മൊട്ടിട്ടിട്ടുണ്ട്, അത് പൂ വിരിഞ്ഞ് കായ്കളാവും. നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. കായൊക്കെ വെച്ചിട്ട് പിന്നെയും 1 മാസത്തോളം, ചിലത് 2 മാസമൊക്കെ പിടിക്കും നല്ല വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട്. കാന്താരി മുളകുകളും നമുക്കിങ്ങനെ തന്നെ പാകി വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിൽ വിഷം തളിച്ചതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ടെറസ് ഒരു 4-5 ഇങ്ങനത്തെ പച്ചമുളക് ചെടി ഉണ്ടെങ്കിൽ അത് മതിയാവും നമ്മളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. വളരെ ഈസിയിൽ ഫ്രഷായ പച്ചമുളക് നമുക്ക് കിട്ടുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അപ്പം നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.